നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നീതി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നടിയും ഇൻഫ്ലുവൻസറുമായ പേളി മാണിക്കെതിരെ വ്യാപക വിമർശനം. പ്രതികരണങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും ഭീഷണികളിലേക്കും എത്തിയതോടെ പേളി കമന്റ് ബോക്സ് പൂട്ടി. തന്റെ ഇഷ്ടനിറം കാവിയാണ് എന്നടക്കം പറയുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും വിമർശനത്തിന് പിന്നാലെ പിൻവലിച്ചെങ്കിലും വിവാദം കെട്ടടങ്ങിയിട്ടില്ല. ഇതിനിടെ പേളിയുടെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന പരാമർശമാണ് പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത്. കിരീടം, ഭരതം, ആകാശദൂത്, ഉസ്താദ്, ദേവദൂതൻ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മലയാളി സിനിമാ ആസ്വാദകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടനവധി സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. പരാജയപ്പെട്ട സംവിധായകനെന്ന പേളി മാണിയുടെ ആക്ഷേപം ശരിക്കും അദ്ദേഹത്തെയാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ അദ്ദേഹം ചെയ്തുവെച്ച സിനിമകൾ ഒന്ന് കണ്ടുവരാനാണ് സിനിമാ താരങ്ങളടക്കമുള്ള സിനിമാസ്വാദകർ പേളിയോട് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ 57 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് പേളി മാണിക്ക്. ഒരുപക്ഷെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു പബ്ലിക് ഫിഗർ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് വളർന്ന ജനപ്രിയ താരം. എന്നാൽ ഇനി അങ്ങോട്ട് പേളി മാണിയെ CJP പ്രതിഷേധത്തിന് മുൻപും പിൻപും എന്ന് കാണേണ്ടി വരുമെന്ന നിലയിലേക്കാണ് ആരാധകരുടെ അഭിപ്രായം മാറിയത്. CJP സമരത്തെ തള്ളിക്കൊണ്ട് പേളി മാണി ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടതോടെ ഒരു വിഭാഗം അവർക്കെതിരെ തിരിഞ്ഞു. എവിടെയും തൊടാതെയുള്ള ഒരു ബാലൻസ്ഡ് അഭിപ്രായമായിരുന്നു പേളി ആദ്യം പങ്കുവച്ചത്. സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് ജീവൻ അപകടത്തിലാക്കാതെ വീട്ടിലേക്ക് മടങ്ങാനും പേളി ഉപദേശിച്ചു. പേളി 2 വഞ്ചിയിൽ കാൽവെച്ചാണ് അഭിപ്രായം പറയുന്നതെന്നും ഇതൊരുതരം ബാലൻസിംഗ് ആക്ട് ആണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. നിലപാടില്ലായ്മയെ ചോദ്യം ചെയ്തവരിൽ സംവിധായകൻ സിബി മലയിലിന്റെ മകൻ ജോ മലയിലും ഉണ്ടായിരുന്നു. ഇതോടെ തനിക്കിഷ്ടപ്പെട്ട നിറം കാവി തന്നെയാണെന്ന് പറഞ്ഞ് പേളി നിലപാട് കടുപ്പിച്ചു. പോസ്റ്റ് പുറത്തുവന്നതിന് പിന്നാലെ കമന്റ് ബോക്സിലും പുറത്തും വിമർശനം കടുത്തു. വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഭീഷണികളുമായതോടെ പേളി കമന്റ് ബോക്സ് പൂട്ടി. വിമർശനങ്ങൾക്ക് മറുപടിയായി മറ്റൊരു പോസ്റ്റും പേളി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചു. ഒരു പരാജയപ്പെട്ട സിനിമാ സംവിധായകൻ ഇപ്പോൾ എന്റെ 4 പേജുള്ള പോസ്റ്റിനെ കുറിച്ച് 10 പേജുള്ള തിരക്കഥ എഴുതുകയാണ്. അതിനെ കഴിയുന്നത്ര വിഷമയമാക്കാൻ മുളകുപൊടിയും അജിനോമോട്ടയും ചേർക്കുന്നു. കൂട്ടത്തിൽ പറഞ്ഞ പരാജയപ്പെട്ട സംവിധായകൻ എന്ന ആക്ഷേപം സിബി മലയിലിനെതിരെയാണോ എന്നായി അടുത്ത ചർച്ച. പേളി പറഞ്ഞ 7 പേജ് വിമർശനം ഉന്നയിച്ചത് ജോ സിബി മലയിലായിരുന്നു. പിന്നാലെ ആ പരാജയപ്പെട്ട സംവിധായകൻ നട്ടലില്ലാത്ത ഒരു മകനെയല്ല വളർത്തിയെടുത്തത്, അദ്ദേഹത്തിന്റെ പേര് സിബി മലയിൽ എന്നാണ് എന്ന പ്രതികരണവുമായി ജോ സിബി മലയിൽ രംഗത്തെത്തി. തുടർന്നാണ് പേളി സിബി മലയിലിനെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കനക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.